കാലടി ശ്രീശങ്കര കോളേജ് വിദ്യാർത്ഥിനികളുടെ ചിത്രം അശ്ലീല ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചതിൽ പൂർവ്വ വിദ്യാർത്ഥി രോഹിത്തിനെതിരെ പോക്സോ കേസ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ ചിത്രം പ്രചരിപ്പിച്ചതിനാണ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തത്. പോക്സോയും IT ആക്ടിലെ വകുപ്പുകളും ചുമത്തി. അലി അക്ബർ ഷാ വിവരങ്ങളുമായി. അലി, നേരത്തെ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ വേഗത്തിൽ ജാമ്യത്തിൽ വിടുകയായിരുന്നു. അതിൽ വലിയ വിവാദമുണ്ടാകുകയും സഭയിലടക്കം ഈ വിഷയം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പോക്സോ കേസ് എടുത്തത് എപ്പോഴാണ്? കാലടി ശ്രീശങ്കര കോളേജിലെ വിദ്യാർത്ഥിനികളുടെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ അശ്ലീല കുറിപ്പുകളോടെ പങ്കുവച്ച സംഭവത്തിലെ പ്രതിയായ രോഹിത്തിനെതിരെയാണ് ഇപ്പോൾ പോക്സോ കേസ് കൂടി വന്നിരിക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ ചിത്രവും ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതാണ് ഇപ്പോൾ ഇയാൾക്കെതിരെ പോക്സോ കേസ് വന്നിരിക്കുന്നത്. നേരത്തെ എടുത്ത കേസിൽ, അതായത് കോളേജ് വിദ്യാർത്ഥിനികളുടെ ചിത്രം പങ്കുവച്ചതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിൽ ഇയാളെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുന്ന സാഹചര്യമുണ്ടായി. ഇത് പ്രതിപക്ഷം സഭയിൽ ഉൾപ്പെടെ ഉന്നയിച്ച് വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് ഈ ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ കുടുംബം ഇത്തരത്തിലൊരു പരാതിയുമായി വരുന്നതും ഇയാൾക്കെതിരെ ഇപ്പോൾ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും. പോക്സോയും അതുപോലെ തന്നെ IT ആക്ടിലെ വകുപ്പുകളും രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് രോഹിത് എസ് എന്ന പൂർവ്വ വിദ്യാർത്ഥിക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. KSUവിന്റെ ഭാഗത്തുനിന്ന് വലിയ ആരോപണം ഉണ്ടായിരുന്നു. ഇയാൾ പഴയ SFI പ്രവർത്തകനാണ്, ക്യാമ്പസിലെ SFIയുടെ മുൻ യൂണിറ്റ് സെക്രട്ടറിയാണ് എന്നത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ ഇത് നിഷേധിക്കുകയാണ് ചെയ്തത്. എന്തായാലും കൂടുതൽ ആളുകൾ ഇയാൾക്കെതിരെ പരാതിയുമായി രംഗത്ത് വരും എന്നാണ് ഇപ്പോൾ നിലവിൽ KSU പറയുന്നത്. KSUവിന്റെ ഒരു പോലീസ് സ്റ്റേഷൻ മാർച്ച് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട്. കാലടി പോലീസ് സ്റ്റേഷനിലേക്ക് ഈ മാർച്ച് അല്പസമയത്തിനകം തുടങ്ങുന്നതാണ്. ഇത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങളിലേക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് KSUവും പോകുന്നത്. KSUവിന്റെ പ്രധാന ആവശ്യം ഇയാളെ അറസ്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തണമെന്നാണ്. ഈ രണ്ട് ആവശ്യങ്ങളും നിലവിൽ ചെയ്തിട്ടുണ്ട്. അതായത് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്, അതുപോലെ തന്നെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയിട്ടുമുണ്ട്. ഇന്ന് ഇയാളെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തേക്കും. സ്മൃതി.